എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വിഷയത്തിൽ പറയുന്നത് മഹത്തായ ഒരു ദർശനമാണ്. ഇത് ഈ കഴിഞ്ഞ ദിവസം ശ്രീ ചാണക്യ ഗുരുവിൻ്റെ ആ ഒരു പുരാതന ഗ്രന്ഥം പാരായണം ചെയ്തപ്പോൾ അതിൽ നിന്നും കിട്ടിയ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ആ ഒരു രത്ന ചുരുക്കം എന്തെന്നാൽ, ഇതൊരു വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ പുഷ്ടിപ്പെടുത്തുമെന്ന ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് പറയാൻ കാരണം, ഇത് കേട്ട് മനസ്സിലാക്കേണ്ടതും ചെയ്ത് ശീലിക്കേണ്ടതുമാണ്. പ്രത്യേകിച്ചും ഒരു വ്യവസ്ഥയില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ശ്രീ ചാണക്യ ഗുരുക്കൾ വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ച ഈ ശീലങ്ങൾക്ക് ഈ കാലഘട്ടത്തിലാണ് അതിൻ്റെ ആ ഒരു യഥാർത്ഥ പ്രസക്തി വരുന്നത്. ഇതിൽ എന്താണ് ഇത്ര പ്രസക്തി എന്നാണ് നിങ്ങൾക്ക് സംശയമെങ്കിൽ അതിനുള്ള ഉത്തരം, ഈ പണ്ടുകാലങ്ങളിൽ കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം എന്ന ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലൂടെയാണ് നമ്മുടെ പൂർവികർ ജീവിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാണക്യൻ്റെ നിർദ്ദേശങ്ങൾ അവർക്ക് അവരുടെ ആ നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വന്നിരുന്നില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ കള്ളവുമുള്ളൂ, ചതിവുമുള്ളൂ, കുന്നോളമാണ് പൊളിവചനം. ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. പക്ഷേ ഇതാരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്കെല്ലാവർക്കും ഇതിൽ കൂട്ടുത്തരവാദിത്തമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവനവൻ സംരക്ഷിക്കുക എന്നത് മാത്രമേ ഇതിൽ നടപ്പുള്ള ഒരു കാര്യമുള്ളൂ. ഇതിന് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ട 1 കിലോമീറ്റർ നീളമുള്ള ഒരു പാതയിൽ നിറയെ കല്ലും മുള്ളും നിറഞ്ഞതാണ് എന്നൊന്ന് സങ്കല്പിക്കുക. അത് അടിച്ചു വാരി വൃത്തിയാക്കി അതിലൂടെ നടന്നു പോകുന്നതിലും ശ്രേഷ്ഠമായ മാർഗം നല്ല ഉറപ്പുള്ള പ്രതലത്തോടു കൂടി ഒരു പാദരക്ഷ ധരിക്കുക എന്നത് മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ ബഹുജനം പലവിധമെന്ന് പറയുന്നത് പോലെ കള്ളനും കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനും എല്ലാം അടങ്ങുന്നതാണ് ഒരു സമൂഹം. ഇവിടെ ഈ പറഞ്ഞവരെ നേരെയാക്കാൻ നമുക്ക് സാധിക്കില്ല. പകരം അവനവനെ സംരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് കരുത്തേകുന്ന ഈ ശ്രീ ആചാര്യ ചാണക്യൻ നിർദ്ദേശിച്ചിരിക്കുന്ന നൂറുകണക്കിന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. സരസ്വതി യാമത്തിൽ ഉറക്കമുണരണം. എന്താണ് ഈ സരസ്വതി യാമം എന്ന് പറയുന്നത്? 7.5 നാഴിക സമയത്തെയാണ് നമ്മൾ ഒരു യാമം അഥവാ 3 മണിക്കൂർ എന്ന് പറയുന്നത്. ആദ്യത്തെ യാമം തുടങ്ങുന്നത് പുലർച്ചെ ഏകദേശം 3 മണിക്കാണ്. ഈ യാമത്തെയാണ് നമ്മൾ സരസ്വതി യാമം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുലർച്ചെ 3 AM മുതൽ 6 AM വരെയുള്ള സമയത്തെയാണ് സരസ്വതി യാമം എന്ന് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ആ ഉദയ സമയം മാറുന്നതിനനുസരിച്ച് ഈ യാമം തുടങ്ങുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസ്വല്പം മാറ്റങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. എങ്കിൽ പോലും ഇത് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു രീതിയിൽ നോക്കിയാൽ മതി. 3 മണിക്കൂർ ദൈർഘ്യമുള്ള 8 യാമങ്ങൾ ചേർന്നതാണ് ഒരു ദിവസം. അതായത് 24 മണിക്കൂർ ഒരു ദിവസം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ സൂര്യോദയത്തിന് 3 മണിക്കൂർ മുൻപാണ് സരസ്വതി യാമം ആരംഭിക്കുന്നത്. അത് സൂര്യോദയത്തിന് 48 മിനിറ്റ് ഉള്ളപ്പോൾ വരെ അതിൻ്റെ ആ ഒരു പീക്ക് പോയിൻ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സരസ്വതി യാമം എന്നത് നിങ്ങളെ സംബന്ധിച്ച്, അതായത് നിങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് സൂര്യോദയത്തിന് 48 മിനിറ്റ് മുൻപാണ്. ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു ഗൃഹനാഥൻ നിദ്ര വിട്ട് ഉണരേണ്ടത് പുലർച്ചെ 4:45-നും 5:15-നും ഇടയിലുള്ള ആ ഒരു സമയമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉറക്കമുണരാൻ ഏറ്റവും നല്ല സമയം. ഇത് നിങ്ങളുടെ കാര്യം. എന്നാൽ ഞങ്ങളുടെ കാര്യം, അതായത് ഈ ഹോമങ്ങളും പൂജകളും ചെയ്യുന്ന ഒരു ക്ഷേത്ര പൂജാരി നിദ്ര വിട്ട് ഉണരേണ്ടത് സരസ്വതി യാമത്തിൻ്റെ ആരംഭത്തിൽ, അതായത് പുലർച്ചെ 3 മണിക്കാണ്. വാസ്തവം പറഞ്ഞാൽ ഈ പറഞ്ഞത് പൂജാരികൾക്ക് മാത്രമുള്ളതല്ല. വേദം അഭ്യസിക്കുന്ന ഒരു വിദ്യാർത്ഥിയും നിദ്ര വിട്ടുണരുന്നത് ഈ പറഞ്ഞ സമയത്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സരസ്വതി യാമം എന്താണെന്നും എപ്പോഴാണ് ഉണരേണ്ടതെന്നും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ പുലർച്ചെ ഉറക്കമുണർന്ന് അവരവരുടെ ആ നിത്യകർമ്മങ്ങളിൽ വ്യാപൃതരായാൽ അതിൽ നിന്നും ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ശ്രീ ചാണക്യാചാര്യൻ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഭാഗ്യം മുഴുവനും നിലകൊള്ളുന്നത് നമ്മുടെ ആരോഗ്യത്തിലാണ്. അതായത് ഈ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൽ. അതുകൊണ്ടാണ് ഈ ശരീരമാദ്യം ഖലു ധർമ്മ സാധനമെന്ന് നമ്മുടെ ഋഷിവര്യന്മാർ യോഗശാസ്ത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ ഉപനിഷത്തുകളിലൂടെയും എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്.
ഇവിടെ ഈ ഖലു എന്ന് വെച്ചാൽ കലപ്പ എന്നാണ് അർത്ഥം. നമ്മുടെ ഈ ജീവിതമാകുന്ന നിലത്തെ ശരീരമാകുന്ന കലപ്പ കൊണ്ട് ഉഴുതുമറിക്കാനാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് ഈ പറഞ്ഞ ഈ സരസ്വതി യാമത്തിൽ ഉണരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ഒരു വ്യക്തിക്ക് ഓജസ്സോടും തേജസ്സോടും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനുവേണ്ടി അല്പം പരിശ്രമിച്ചേ മതിയാകൂ. അല്ലാതെ ഈ തോന്നിവാസം കാണിച്ച് കിടന്നിട്ട്, അതായത് ഈ മദ്യം, പാൻ മസാലകൾ, ബീഡി, സിഗരറ്റ് മുതലായ ഈ ലഹരി വസ്തുക്കൾ കഴിച്ചിട്ടോ, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ മറ്റു സദാചാര ധ്വംസനം ചെയ്തുകൊണ്ടുള്ള ആ ഒരു കൂട്ടുകെട്ടുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളവർക്കോ ഇത് പറഞ്ഞിട്ടുള്ളതല്ല. അതുപോലെ തന്നെ ഈ മത്സ്യമാംസാദികൾ ഈ നിത്യവും കഴിക്കുന്നവർക്കും ഇത് പറഞ്ഞിട്ടുള്ളതല്ല. ഇത് പറയാൻ കാരണം നമ്മുടെ ശരീരത്തിൽ സർവത്ര ഒരുപോലെ വ്യാപിച്ച് ഓജസ്സും തേജസ്സും ബലത്തെയും തന്നരുളുക മാത്രമല്ല, നമ്മുടെ ജീവനെ കൂടി വഹിച്ചും രക്ഷിച്ചും വളർത്തിയും കൊണ്ടുപോകുന്നത് നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വസ്തുവാണെന്ന് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് സപ്തധാതുക്കളെയും ഉൾക്കൊള്ളുന്ന രക്തം തന്നെയാണെന്നത് യാതൊരു സംശയത്തിനും ഇടയില്ലാതെ പറയുവാൻ സാധിക്കും. മുൻപറഞ്ഞ ശരീരത്തിന് ഹാനികരമാകുന്ന പ്രവൃത്തികൾ അത് ജീവിതത്തിൽ ഒരു ഭൂഷണമാക്കി കൊണ്ടു നടക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവൻ്റെ രക്തശുദ്ധിയാണ് ശരീരത്തിൽ നഷ്ടപ്പെടുന്നത്. ഈ രക്തശുദ്ധി നഷ്ടപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണും മൂക്കും തലച്ചോറും ഹൃദയവും എല്ലാം രക്തത്തിൻ്റെ അധീനതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രക്തം ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കുന്ന സമയം ഈ പറഞ്ഞ സരസ്വതി യാമത്തിലാണ്. ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ വൃക്ക രോഗികൾ ദിനം പ്രതിയാണ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ആ മാലിന്യത്തെക്കുറിച്ച് മനുഷ്യൻ ബോധവാനാകുന്നുണ്ടോ? ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഒന്ന് പറയാം. അതായത് ഈ വിഷാദ രോഗത്താൽ അനങ്ങാതിരിക്കുന്ന അല്ലെങ്കിൽ ഏതു സമയവും കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിലെ രക്തം ഏതാണ്ട് ഒരു ഭരണിയിൽ ഒഴിച്ചു വെച്ച തൈലം പോലെ നിശ്ചലമായിരിക്കും. ഈ ഹൃദയം പമ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ആ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ അവസ്ഥയിൽ അതായത് ആ വ്യക്തിയുടെ കർമ്മേന്ദ്രിയങ്ങൾ അവിടെ നിഷ്ക്രിയമായിരിക്കുന്നു. എന്നാൽ അതേസമയം ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോഴെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആ വ്യക്തിയുടെ മനസ്സ് കാട് കയറി ചിന്തിക്കാൻ തുടങ്ങും. ഓരോ ദിവസം കഴിയും തോറും ആ വ്യക്തിയുടെ മാനസികാരോഗ്യം കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കും. മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ശരീരത്തിലും അത് പ്രതിഫലിക്കാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു മനസ്സുള്ളിടത്ത് മാത്രമേ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവുകയുള്ളൂ. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഈ ശരീരത്തെയും മനസ്സിനെയും ദ്രുതഗതിയിൽ മാലിന്യം മുക്തമാക്കാൻ ശ്രീ ആചാര്യ ചാണക്യൻ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 2 പ്രവൃത്തികളിൽ ഒന്ന്, രാവിലെ ഉറക്കമുണർന്ന ഉടനെ തന്നെ 1 ലിറ്റർ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക. അടുത്തത് 2, മറ്റ് കൃത്രിമ ഉത്തേജക വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഇവിടെ ഈ ഉത്തേജക വസ്തുക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചിലർക്ക് രാവിലെ ഒരു ബീഡി വലിക്കണം, എന്നാൽ മറ്റു ചിലർക്ക് എഴുന്നേറ്റ വഴി ഒരു ബെഡ് കോഫി കുടിക്കണം. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ രാവിലെ ഒരു ബെഡ് കോഫി കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങൾ കുടിച്ചോളൂ. പക്ഷേ യാതൊരു കാരണവശാലും നിങ്ങളുടെ മക്കളെ ഇത് ശീലിപ്പിക്കരുത്. പകരം ആദ്യം പറഞ്ഞതുപോലെ 1 ലിറ്റർ ശുദ്ധജലം കുടിച്ച് ആ ഒരു ദിവസം ആരംഭിക്കുക. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ഒരു സമ്പൂർണ്ണ മനുഷ്യനാകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരവരെ കൊണ്ടാകുന്ന ഒരു പെർഫെക്ഷൻ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതാണ്. വ്യക്തി നന്നായാൽ സമൂഹം നന്നാവുമെന്നത് ഉറപ്പാണ്. ഇനിയിപ്പോൾ സമൂഹം നന്നാവട്ടെ നന്നാവാതിരിക്കട്ടെ, അവരവർക്ക് മാനസിക ശാരീരിക ആരോഗ്യത്തോടു കൂടി നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും അവസാനം ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട വീഡിയോകൾ വല്ലപ്പോഴും മാത്രമേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. കാരണം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതുപോലുള്ള അറിവുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കെല്ലാം മനസ്സിന് ഇമ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.